ഹലോ ഡിയർ ഫ്രണ്ട്സ്, LP UP LDS LGS പരീക്ഷകൾക്ക് വേണ്ടിയുള്ള PSC ആവർത്തിച്ച ഏറ്റവും പുതിയ ആവർത്തന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1. കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏത്? കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏതാണ്? ആൻസർ ആക്കുളം. ആക്കുളം കായലിലാണ് കേരളത്തിൽ ആദ്യത്തെ നീർത്തട പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏത്? പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം ഏതാണ്? ആൻസർ ദാമൻ. ദാമനാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്ന നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏത്? നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് താഴെ. അതിൽ ശരിയായത് ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അമർഗണ്ഡ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. ശരിയാണ്. നർമ്മദ നദി പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ആൻസർ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അമർഗണ്ഡ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നു, പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നർമ്മദ. 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്? ഇറ്റാനഗർ നമുക്കറിയാം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാന നഗരമാണ് ഇറ്റാനഗർ. തലസ്ഥാനമാണ് ഇറ്റാനഗർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് ഓപ്ഷൻ എ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ സംസ്ഥാനം. ഒന്നാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഒന്നാം സ്ഥാനം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഉത്തർപ്രദേശാണ്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2014 ജൂൺ 2-ാം തീയതി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ സംസ്ഥാനം ഏത്? പുതിയ സംസ്ഥാനം ഏതാണ്? നമുക്കറിയാം ആൻസർ തെലുങ്കാന. ആന്ധ്രാപ്രദേശിനെ 2ആയി വിഭജിച്ച് തെലുങ്കാനയും ആന്ധ്രാപ്രദേശും 2 സംസ്ഥാനമായി മാറിയത് 2014 ജൂൺ മാസം 2-ാം തീയതിയാണ്. അപ്പോൾ തെലുങ്കാനയാണ് പുതിയ സംസ്ഥാനം. 2014 ജൂൺ മാസം 2-ാം തീയതി നിലവിൽ വന്ന സംസ്ഥാനം തെലുങ്കാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏത്? ഇന്ത്യയുമായി ഏറ്റവും നീളം കൂടിയ അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിസരണം. വിസരണമാണ് നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് മൂലകത്തിൻ്റെ അറ്റോമിക നമ്പറാണ് 100? 100 എന്ന അറ്റോമിക നമ്പർ ഉള്ള മൂലകം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ ഫെർമിയം. ഫെർമിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? ബിഗ് ഇഞ്ച് ഏത് രാജ്യത്തെ പെട്രോളിയം പൈപ്പ് ലൈന് ആണ്? ആൻസർ USA പെട്രോളിയം പൈപ്പ് ലൈൻ ആണ് ബിഗ് ഇഞ്ച്. ബിഗ് ഇഞ്ച് എന്നറിയപ്പെടുന്നത് USA പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ
സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ചെന്നൈ. ഓപ്ഷൻ എ ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സ്ഥാപനമാണിത്. 1956 കമ്പനി നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമാണ് SIDBI. LIC ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അതായത് 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള സ്ഥാപനങ്ങളാണിവ. 3 LIC ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. അപ്പോൾ ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ആൻസർ. 1ഉം 3ഉമാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏത്? 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചിലിയിൽ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യമാണ്. കാനഡ, US, മെക്സിക്കോ ഇവിടെയാണ് 2026 ലോകകപ്പ് നടക്കുന്ന രാജ്യങ്ങൾ. ചിലി അതിൽപ്പെടാത്ത രാജ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏത്? ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഷിൻഡോ മതം ജപ്പാനിൽ രൂപപ്പെട്ട ഒരു മതമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏത്? കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? ഓപ്ഷൻ എ നീലാംബരിയാണ് കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചതാര്? ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിറ്റാമിൻ സിയുടെ അഭാവം മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് ആൻസർ സ്കർവി എന്ന രോഗമാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാവുന്നത്. സ്കർവി. സിയുടെ കുറവ് മൂലം സ്കർവി എന്ന രോഗമുണ്ടാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ സെറിബ്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നു. ഇത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ശരിയാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ശരിയാണ്. അപ്പോൾ ആൻസർ 2ഉം 3ഉമാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 3ഉമാണ് 54ൻ്റെ ആൻസർ. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 54ൻ്റെ ആൻസർ. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധാരാളം പ്രാവശ്യം ആവർത്തിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത് LP, UP, LDS എക്സാമിന് വേണ്ടി. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.